ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് CBIയിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് UPSC വഴി ഒരു റിക്രൂട്ട്മെൻറ്റ് വരികയാണ്. പ്രത്യേകിച്ചും പ്രോഗ്രാമർ എന്നൊരു തസ്തികയിലാണ്. പ്രത്യേകിച്ചും IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത്. നല്ല ഒരു പോസ്റ്റാണ്. ഒരു ഗ്രൂപ്പ് B ഗസറ്റഡ് പോസ്റ്റിലാണ്. UPSC നേരിട്ട് നടത്തുന്ന നിയമനമാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതിൽ തസ്തികയുടെ പേര് എന്ന് പറയുന്ന അസിസ്റ്റന്റ് പ്രോഗ്രാമർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. ഇത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന CBIയിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ പേഴ്സണൽസിലേക്കൂടെ നിയമനം വരുന്നുണ്ട്. മെയിനായിട്ടും ഇത് CBIയിലേക്കാണ് നിയമനം വരുന്നത്. ഇത് നോട്ടിഫിക്കേഷൻ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതിന് യോഗ്യതയുള്ളവർക്കൊക്കെ ഇത് അപേക്ഷിക്കാവുന്നതാണ്. അറിയാത്തവർക്ക് അതിൻ്റെ ആർക്കൊക്കെയാണ് അപേക്ഷിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് നോക്കുക. ഒന്നുകൂടെ പറയാം, തസ്തികയുടെ പേര് അസിസ്റ്റന്റ് പ്രോഗ്രാം. തസ്തിക വരുന്ന എവിടെയാണ്? CBIയിലേക്കാണ്. ഓക്കെ, നമ്മൾ ഇതിൽ കാണുന്ന ഈ ഒരു ഇൻ്റർഫേസ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷനിലേക്ക് പോകാണ്. നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നോട്ടിഫിക്കേഷനാണ്, UPSCയുടെ നോട്ടിഫിക്കേഷനാണ്. UPSCയുടെ നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/2024 എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെൻറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. 27 വേക്കൻസീസ് ആണ് നിലവിൽ ഈ ഒരു തസ്തികയിൽ UPSC ഔട്ട് ചെയ്തിരിക്കുന്നത്. 27 വേക്കൻസികളാണ് നിലവിലുള്ളത്. ഇത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സൺസ് ആൻഡ് ട്രെയിനിങ്, മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പേഴ്സണൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലൂടെ കൂടിയാണ് ഈ ഒരു വേക്കൻസി വരുന്നത്. അപ്പോൾ മെയിനായിട്ടും CBIക്ക് ഒപ്പം തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൂടിയായിരിക്കും നിയമനം വരിക. അപ്പം റിക്രൂട്ട്മെന്റ് നടത്തുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേ സ്കെയിലാണ്. ഇത് 7th പേ സ്കെയിൽ വരുന്ന 7th CPC മെട്രിക്സിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ ഇത് 30 വയസ്സ് വരെയാണ് അൺറിസർവ്ഡ് ആയിട്ടുള്ളവർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇനി OBC ആണെങ്കിൽ 33 വയസ്സും, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ 35 വയസ്സ് വരെയും ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രായപരിധി ഒന്നുകൂടെ പറയാം. ജനറൽ കാറ്റഗറിക്ക് 30, OBCക്ക് 33, SC STക്ക് 35 ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമായിട്ടും മാസ്റ്റർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ മാസ്റ്റർ ടെക്നോളജി വിത്ത് സ്പെസിഫിക്കേഷൻ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ബാച്ചുലർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് ഒരു യോഗ്യതയായിട്ട് പറയുന്നത്. ഇനിയും അതല്ലാതെ യോഗ്യത ബാച്ചുലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് പറ്റും, പക്ഷേ അതിനൊപ്പം അവർക്ക് എക്സ്പീരിയൻസും വേണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബാച്ചുലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഒപ്പം തന്നെ 2 year എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രോണിക് ഡേറ്റ പ്രോഗ്രാമിംഗ് വർക്ക് ഇൻക്ലൂഡിംഗ് എക്സ്പീരിയൻസ് ഓഫ് ആക്ച്വൽ പ്രോഗ്രാമിംഗ് ഫോർ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓഫീസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് or state government or union territories or autonomous statutory organization or public sector undertaking or universities or recognized research institute എന്നീ യോഗ്യത കൂടി നിങ്ങൾക്ക് വേണ്ടി വരും. അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ യോഗ്യത അവർക്ക് എക്സ്പീരിയൻസിനെ പറ്റി അവർ പറയുന്നില്ല. എന്നാൽ ബാച്ചലർ ഡിഗ്രി ആണെന്ന് പറയുമ്പോൾ 2 വർഷത്തേക്കുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് അലൈഡ് മേഖലയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. ഇനിയും ഇതല്ലാതെ ഡിപ്ലോമ ലെവലിലും ഇവർ യോഗ്യത കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ എ ലെവൽ ഡിപ്ലോമ അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക് അക്രഡിറ്റഡ് കമ്പ്യൂട്ടർ കോഴ്സസ് പ്രോഗ്രാം ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓഫർ അണ്ടർ ദ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ആൻഡ് 3 year എക്സ്പീരിയൻസ് ഓഫ് ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ് വർക്ക് ഇൻക്ലൂഡിംഗ് എക്സ്പീരിയൻസ് ഓഫ് ആക്ച്വൽ പ്രോഗ്രാമിംഗ് എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന 3 year ഡിപ്ലോമയ്ക്കൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? 3 year എക്സ്പീരിയൻസ് കൂടി ഇവിടെ ക്രൈറ്റീരിയ ആയിട്ട് ഉണ്ടാവണം. മാത്രമല്ല എ ലെവൽ ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുകയും വേണം. മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ എക്സ്പീരിയൻസിനെ പറ്റി ഇവിടെ പറയുന്നില്ല. ബാച്ചിലേഴ്സ് ഡിഗ്രിയും ഡിപ്ലോമയാണെങ്കിൽ അതിനൊപ്പം തന്നെ അവർ എന്തുകൂടി ആവശ്യപ്പെടുന്നുണ്ട്? അവരതിൻ്റെ എക്സ്പീരിയൻസിന് കൂടി ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ആസ് യൂഷ്വൽ കോർഡിനേഷൻ അങ്ങനെയൊക്കെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ തന്നെയാണ് ആസ് യൂഷ്വൽ ഏതൊരു ഇതിലും ചെയ്യേണ്ടത് തന്നെയാണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ വിൻഡോ ഓൾറെഡി ഓപ്പൺ ആണ്.
9/11/2024 ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയത്. ഇത് ക്ലോസ് ആവുന്നതെന്ന് പറഞ്ഞാൽ 29/11/2024 അതായത് ആപ്ലിക്കേഷൻ 29/11/2024 ഇത് വിൻഡോ ക്ലോസ് ആവുന്നത്. ഇനിയും ഇതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുവാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇതിനധികം പേയ്മെൻ്റ് ഒന്നുമില്ല, 25 രൂപ മാത്രമാണ് ഇതിൻ്റെ ഫീ ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ അടച്ച് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വിൻഡോ ഈ ഒരു വിൻഡോ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. www.upsconline.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മളിത് അപേക്ഷിക്കേണ്ടത് എന്ന് നമുക്കിതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ വിൻഡോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഒരു വിൻഡോ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു വിൻഡോ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത്രയും പ്രൊസീജിയറാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് യോഗ്യതയുള്ളവർക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിലെ തന്നെ ഗ്രൂപ്പ് ബി ഗസറ്റഡ് തസ്തികയിൽ വരുന്ന UPSCയുടെ എക്സാമിനേഷനാണ്. വളരെ നിലവാരമുള്ള എക്സാമിനേഷൻ ആയിരിക്കും എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ, UPSC ആണ് നടത്തുന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർ തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. അപ്പം എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.